ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സിനിമ ഉള്ളൊഴുക്ക് കണ്ടിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് തന്നെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ട്രെയിലറൊക്കെ ആയിരുന്നു. കാരണം അതിനകത്തെ കോണ്ടന്റ് എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം അയാൾ പ്രസന്റ് ചെയ്യാൻ പോണത് എന്നൊക്കെ ഉള്ളത്. പ്രത്യേകിച്ചും കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ വന്ന ആ ഒരു സീരീസ്, അതിന്റെ ഡീറ്റെയിലിംഗ് എത്രത്തോളം ഗംഭീരമായിട്ടാണ് ക്രിസ്റ്റോ ടോമി എന്ന സംവിധായകൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അത് കണ്ട എല്ലാ മനുഷ്യർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കും ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസ് വെയിറ്റിംഗ് ആയിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പാർവതി തിരുവോത്ത്, ഉർവശി, പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, അലൻസിയർലെ, വീണ, ജയ കുറുപ്പ്, അങ്ങനെ തുടങ്ങി ഒരു ഒരു കൂട്ടം ആൾക്കാരാണ്. സോ സിനിമയുടെ ഒരു ഉള്ളൊഴുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ പലയിടങ്ങളിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്ന ഒരു 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 പ്രത്യേക രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങൾ. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് എത്രത്തോളം നിഗൂഢമാണെന്നും ആ നിഗൂഢമായിട്ട് കിടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെ ഒരാളുടെ ലൈഫിലൂടെ പ്രതിഫലിക്കുമെന്നും അത് മറ്റൊരാളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നും ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അത് ഫേസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അമ്പോ ഒരു രക്ഷയില്ല. ടോട്ടലി സിനിമയുടെ പല ഘട്ടങ്ങളിലും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കാൻ പറ്റുന്ന കുറെ ഏരിയാസ് ഉണ്ട്. നമ്മളും അതിലൊരു കഥാപാത്രമായിട്ട് മാറുന്ന രീതിയിലേക്ക് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകും. അത്രയ്ക്കും ഡീറ്റെയിൽ ചെയ്തിട്ടാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ തുടക്കത്തിലൊക്കെ പ്രശാന്ത് മുരളിയുടെ ഈ അസുഖബാധിതനായിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഒരു വിങ്ങലാണ്, എന്താണ് എന്താണ് ആ മുറിക്കകത്ത് നമ്മളെയും അടച്ചിട്ട പോലത്തെ ഒരു ഫീലിംഗ്. അത് കഴിഞ്ഞ് വരുമ്പോൾ പാർവതിയുടെ ഫീലിങ്സിലേക്ക് നമ്മളെ ഇങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. ഒപ്പം ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് കൂടെ കൊണ്ടുവരുമ്പോൾ ഉർവശി ചേച്ചി എന്ന് പറയുന്ന ആ ഒരു അമ്മ കഥാപാത്രത്തിലും നമ്മൾ ടോട്ടലി ലോക്ക്ഡ് ആണ്. സോ ആ സിറ്റുവേഷൻസിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്ന ഒരു രീതിയിൽ അതിനെ എഴുതി ഫലിപ്പിച്ചതിനെ ഇത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വളരെ ചുരുക്കം ചില സിനിമകളിൽ മനസ്സിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും കുറേ നേരം എന്താ മനുഷ്യരിങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ പലപ്പോഴും ആവർത്തിച്ച് തോന്നിയത് ഉള്ളൊഴുക്ക് കണ്ടപ്പോഴാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങളെ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഉർവശി ചേച്ചിയൊക്കെ പെർഫോം ചെയ്ത് ഇങ്ങനെ കിട്ടിയ ഏരിയാസ് എല്ലാം തകർത്തടുക്കിയിട്ടുണ്ട്. പാർവതി ഒട്ടും മോശമല്ല, പാർവതിയും കിട്ടിയ ഏരിയാസ് ഒക്കെ നല്ല പൊളിച്ചടുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നമ്മൾ കാണുന്ന പല കഥാപാത്രങ്ങളുടെയും നന്മയുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നതിലുപരി റിയൽ മെൻ എങ്ങനെയാണ്, അവരുടെ തോട്ട്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു 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 പൊളിച്ചെഴുത്ത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനുണ്ട്. അത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡയറക്ടറിന്റെ ആണെങ്കിലും റൈറ്ററിന്റെ ആണെങ്കിലും അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നവരുടെ ആണെങ്കിലും പെർഫോമറുകളുടെ ആണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഒപ്പം സുഷിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ അങ്ങോട്ട് കലരുമ്പോൾ നമ്മൾ വല്ലാത്തൊരു വേൾഡിലായി പോകും. ചുരുക്കം പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ട് കുട്ടനാട്ടിന്റെ നടുക്ക് വിട്ടുപോയ ഒരു പ്രേക്ഷകൻ എന്നുള്ള അവസ്ഥയായിരുന്നു എൻ്റെത്. ഇത് ഇതെങ്ങനെയായിരുന്നു തീരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകും. സോ ആ ഒരു കാര്യത്തിൽ ഡയറക്ടർ ആണെങ്കിലും ദ ഹോൾ ക്രൂ ആണെങ്കിലും വിജയിച്ചിട്ടുണ്ട്. സോ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി നന്നായിട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗംഭീര സിനിമയാണ് ഉള്ളൊഴുക്ക്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളില് ഉള്ളൊഴുക്കിനെ കുറിച്ചാണ് ഈ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, അത് പെർഫോമൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക, അവരത് ചെയ്യുക അസാധ്യ വർക്കാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കണ്ടതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഈവനിങ് ആയിരുന്നു ഇത്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കാണാൻ സാധിച്ചു. സോ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക, OTTക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. കാരണം റിലേഷൻഷിപ്പ്, ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റ്, ഇങ്ങനെ ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാളല്ലേ ശരി എന്നുള്ളൊരു ചോദ്യം വരും. മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇയാളല്ലേ ശരി. പക്ഷെ ഇവർ രണ്ട് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അപ്പൊ മറ്റൊരാളുടെ അഭിപ്രായത്തിലും വാല്യൂ ഉണ്ടല്ലോ. എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു പ്രേക്ഷകന്റെ വീർപ്പുമുട്ടലുകളും വിങ്ങലുകളും ഒക്കെ ആ തിയേറ്ററിൽ എനിക്ക് പല സൈഡുകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഞാനും അതിലൊരാളായിരുന്നു. ടോട്ടലി തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഗംഭീര പെർഫോമൻസുകളുടെ, ഡീറ്റെയിലിങ്ങുകളുടെ, ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമയുടെ
ഒരു പ്രോഡക്റ്റ് ഔട്ടാണ് ഉള്ളൊഴുക്ക്. അതുപോലെ തന്നെ ഇതിനകത്ത് CG വർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഇതിനകത്ത് ആർട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ തോന്നും ഇതെങ്ങനെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തോന്നും ഇത് CG ആണോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ വളരെ നൈസായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ചുറ്റുപാടുമുള്ള ആൾക്കാര് നമ്മളെ ഏതൊക്കെ തരത്തിൽ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരിൽ ലോക്ക് ചെയ്ത് പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പലയിടങ്ങളിലും നമ്മൾ കാണും. സോ നമ്മുടെ ലൈഫൊക്കെ ആയിട്ട് എവിടെയൊക്കെയോ കണക്റ്റ് ആവുന്ന കുറേ സിറ്റുവേഷൻസ്, കുറേ കഥാപാത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വരുമ്പോൾ ടോട്ടലി ഈ സിനിമയിൽ നമ്മൾ പ്യുവറായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. സോ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും